കേരളത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ കുട്ടികൾ പങ്കെടുക്കുന്ന കോച്ചിങ് ക്യാമ്പായിട്ട് ഇതിനെ കണക്കാക്കാം. പിന്നെ ഇവിടെയുള്ളൊരു നാട്ടുകാർ എന്തെങ്കിലും ഒരു ആവശ്യം പറഞ്ഞാൽ അവരെല്ലാവരും ഒരുമിച്ച് കൂടി എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. വേറെ ഒരു സ്ഥലത്തും ഇതുപോലെ ഒരു കൂട്ടായ്മ കണ്ടിട്ടില്ല. ഞങ്ങളെയൊക്കെ വിശ്വസിച്ചാണ് വിടുന്നത്. ഇതൊക്കെ ഈ നിൽക്കുന്നതൊക്കെ അവരുടെ ജീവനാണെന്ന് എനിക്കറിയാം. മിന്നുമണി ആണെങ്കിലും സജിനെ ആണെങ്കിലും ഒരു നാച്ചുറൽ ടാലൻറ്റഡ് ആയിട്ടുള്ള പ്ലേയേഴ്സ്, അവരൊരു മലയോര പ്രദേശമായിട്ടുള്ള മാനന്തവാടി ഏരിയയിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള അഡ്വാൻറ്റേജും ഒക്കെ കുട്ടികൾക്കുണ്ട്. ഇന്ത്യൻ ടീമിലേക്കുള്ള പ്ലേയേഴ്സിനെ കണ്ടെത്താൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. സ്കൂളുകൾ അടച്ചതോടെ കുട്ടികൾ ഫ്രീയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവർക്കായി കോഴിക്കോട് കല്ലാനോടിൽ സെൻറ്റ് മേരീസ് സ്പോർട്സ് അക്കാദമിയുടെ കോച്ചിങ് ക്യാമ്പ് സ്കൂൾ ഗ്രൗണ്ടിൽ സംഘടിപ്പിക്കുന്നത്. ക്യാമ്പ് ആരംഭിച്ചതോടെ കുട്ടികളെല്ലാം ഇപ്പോൾ ബിസിയാണ്. അത്ലറ്റിക്സ്, ഫുട്ബോൾ, ക്രിക്കറ്റ് എന്നീ കായിക ഇനങ്ങൾ ഉൾപ്പെട്ട ക്യാമ്പിൽ 200ഓളം കുട്ടികളാണ് പങ്കെടുത്തത്. കോഴിക്കോട് ജില്ലാ അത്ലറ്റിക് അസോസിയേഷൻ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നടത്തുന്ന അത്ലറ്റിക് കോച്ചിങ് ക്യാമ്പിൻ്റെ ഭാഗമാണിത്. കല്ലാനോട് സെൻറ്റ് മേരീസ് ദേവാലയത്തിൻ്റെ കീഴിലുള്ള ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ മാനേജറും ഇടവക വികാരിയുമായ ഫാദർ ജിനോ ചുണ്ടയിലും സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്റർ സജി ജോസഫും സ്കൂളിലെ കായിക അധ്യാപകനുമായ നോബിൾ കുര്യാക്കോസും ഭാവിയിലെ കായിക താരങ്ങളെ വാർത്തെടുക്കുന്നതിനായി കുട്ടികളോടൊപ്പം കട്ടയ്ക്ക് കൂടെയുണ്ട്. അപ്പോഴായിരുന്നു മുൻ അത്ലറ്റിക് താരവും കല്ലാനോട് സ്വദേശിയുമായ ജോർജ് തോമസും അദ്ദേഹത്തിൻ്റെ ഭാര്യയായ ഫിലോമിന ജോർജും ക്യാമ്പിൻ്റെ ഭാഗമാകുന്നത്. സ്പോർട്സ് കോട്ടയിൽ റെയിൽവേയിൽ സേവനം ചെയ്ത ശേഷം വിരമിച്ചവരാണ് ഇരുവരും. അദ്ദേഹമാണ് സെൻറ്റ് മേരീസ് സ്പോർട്സ് അക്കാദമിയുടെ ചെയർമാൻ. ജോർജ് തോമസ് ഈ ക്യാമ്പിൻ്റെ ഭാഗമായതോടെ അദ്ദേഹത്തിന് പരിചയമുള്ള നിരവധി കായിക താരങ്ങൾ ഈ കുട്ടികളെ പരിശീലിപ്പിക്കുന്നതിനായി കല്ലാനോടേക്കെത്തി. ഏപ്രിൽ 16 ആരംഭിച്ച ഈ ക്യാമ്പ് തുടർന്നും കുട്ടികൾക്ക് നൽകാൻ തീരുമാനമെടുത്തിരിക്കുകയാണ് അക്കാദമി. കുട്ടികൾ വെറുതെ മൊബൈൽ ഫോണിൽ കളിച്ചിരിക്കാതെ ഇപ്പോൾ കല്ലാനോട് സ്കൂൾ ഗ്രൗണ്ടിലേക്ക് എത്തുകയാണെന്നും ഈ പരിശീലനം കല്ലാനോടിൻ്റെ തന്നെ ഒരു ഉത്സവമായി മാറിയെന്നുമായിരുന്നു സ്കൂളിലെ കായിക അധ്യാപകനായ നോബിൾ കുര്യാക്കോസ് സൺഡേ ഷാലോമിനോട് പ്രതികരിച്ചത്. കൂടാതെ അവധിക്കാലമായതിനാൽ കുട്ടികൾ രാവിലെ വെറുതെ വീട്ടിലിരുന്ന് സമയം മൊബൈലിലൊക്കെ ചിലവഴിക്കുന്ന സമയം ഇപ്പോൾ നമ്മുടെ ഗ്രൗണ്ടിലാണ് ചിലവഴിക്കുന്നത്. ശരിക്കും കല്ലാനോടിൻ്റെ തന്നെ ഒരു വലിയൊരു ഉത്സവമായി മാറിയിരിക്കുകയാണ് നമ്മുടെ കോച്ചിങ് ക്യാമ്പ്. കോഴിക്കോട് ജില്ലാ അത്ലറ്റിക് അസോസിയേഷൻ്റെയും നേതൃത്വത്തിൽ തുടങ്ങിയ ഒരു ക്യാമ്പ് കല്ലാനോട് സെൻറ്റ് മേരീസ് സ്പോർട്സ് അക്കാദമി അത് ഏറ്റെടുക്കുകയും വൻ വിജയവുമായി തീർന്നിരിക്കുകയാണ്. കൂടാതെ അത്ലറ്റിക്സിനോടൊപ്പം തന്നെ കോഴിക്കോട് ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷനുമായി സഹകരിച്ചുകൊണ്ട് പെൺകുട്ടികളുടെ ക്രിക്കറ്റ് ക്യാമ്പും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ഏകദേശം 160 കുട്ടികളോളം നമ്മുടെ ക്യാമ്പിലുണ്ട്. കുട്ടികൾക്ക് വേണ്ടി ഉള്ള ലഘുഭക്ഷണവും രാവിലെ നമ്മൾ കൊടുക്കുന്നുണ്ട്. കൂടാതെ കുട്ടികൾക്ക് പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ്, ജേഴ്സി, ക്യാപ്പ് ഇതൊക്കെ കൊടുക്കുന്നുണ്ട്. ഇവിടെ പറയുകയാണെങ്കിൽ നമ്മുടെ ഹെഡ് മാസ്റ്റർ സജി സാറ്, ഈ അക്കാദമി ചെയർമാനായിട്ടുള്ള ജോർജ് തോമസ് സാറ്, ഫിലോമിന മാഡം, പിന്നെ നമ്മുടെ ഓഫീസ് സ്റ്റാഫ് മനു, ഇവരുടെയൊക്കെ സഹകരണത്തോടു കൂടിയാണ് ഈ ക്യാമ്പ് വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്നത്. കൂടാതെ പുറമേ നിന്നുള്ള നമ്മുടെ ഇടയ്ക്ക് വിസിറ്റിംഗ് കോച്ചസ് ഇവിടെ വരുന്നുണ്ട്. ഇന്നിപ്പോൾ ഇവിടെ നമ്മുടെ കൂടെ ഇവിടെ വന്നിരിക്കുന്നത് അത്ലറ്റിക്സിൽ NIS ഉള്ള അശ്വിൻ കോച്ചും വൈഫ് ഹഡിൽസ് ദേശീയ താരവുമായ മഞ്ജു മാഡോ ആണ് ഇവിടെ ഉള്ളത്. കൂടാതെ കേരള ക്രിക്കറ്റ് കോച്ചായ അനു മാഡത്തിൻ്റെ നേതൃത്വത്തിലുള്ള പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള ക്രിക്കറ്റ് പരിശീലന ക്യാമ്പ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ഏകദേശം രാവിലെ 8:45 വരെ അത്ലറ്റിക്സിൻ്റെ ഫിറ്റ്നസ് ക്യാമ്പും തുടർന്ന് 10:30 വരെ ക്രിക്കറ്റിൻ്റെ കോച്ചിങ് ക്യാമ്പും നടന്നുകൊണ്ടിരിക്കുന്നു. മുൻ റെയിൽവേ താരമായ ജോർജ് തോമസ് സാറിൻ്റെ ഒരു വലിയൊരു സഹായത്തോടു കൂടിയാണ് ഈ ക്യാമ്പ് നടന്നുകൊണ്ടിരിക്കുന്നത്. സാറ് ഇടയ്ക്ക് ഇവിടെ നമുക്ക് വേണ്ടി കോച്ചസിനെയൊക്കെ ഇവിടെ കൊണ്ടുവരുന്നു. അതേപോലെ തന്നെ സാറ് റെയിൽവേയുടെ മുൻ ദേശീയ താരമാണ്. 400 മീറ്റർ സ്റ്റേറ്റ് റെക്കോർഡ് ഹോൾഡറായിരുന്നു സാറ്. അതേപോലെ തന്നെ ഹെപ്റ്റാത്തലൻ റെയിൽവേ ദേശീയ താരമായ ഫിലോമിന മാഡം ഇവിടെ നമുക്ക് എല്ലാ ദിവസവും സജീവമായിട്ട് ഇവർ രണ്ടുപേരും രാവിലെ നമ്മുടെ കുട്ടികളുടെ ഒപ്പം ചിലവഴിക്കുന്നു. കൂടാതെ സാറിൻ്റെ വീട്ടിൽ തന്നെ ഒരു ചെറിയ ജിമ്മ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ കുട്ടികൾക്ക്
അതിനുള്ള എല്ലാ ഹെൽപ്പും സാറിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. കൂടാതെ ഈ അക്കാദമിക്ക് വേണ്ടിയുള്ള എക്യുപ്മെൻറ്റ്സ് സാറ് ഏകദേശം ഒരു 50,000 രൂപയുടെ എക്യുപ്മെൻറ്റ്സ് സാറ് തന്നെ പല സ്ഥലങ്ങളിൽ നിന്നും കളക്ട് ചെയ്ത് നമുക്കിവിടെ ലഭ്യമാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ ക്രിക്കറ്റ് കോച്ചിങ് ക്യാമ്പിന് വേണ്ടിയുള്ള എക്യുപ്മെൻറ്റ്സും ഒരു 40,000 രൂപയുടെ എക്യുപ്മെൻറ്റ്സും സാർ ഇവിടെ നമ്മൾക്ക് വേണ്ടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ രീതിയിലും വളരെ നല്ല രീതിയിൽ ഇത് പോകുന്നുണ്ട്. കൂടാതെ മാനേജ്മെൻറ്റിൻ്റെയും ഞങ്ങളുടെ മാനേജർ അച്ഛനായ ജിനോ ചുണ്ടേലച്ഛൻ്റെ വലിയൊരു സഹായം നമുക്കുണ്ട്. ഇപ്പം നമ്മൾ ഏകദേശം 1 ലക്ഷം രൂപ മുടക്കിയിട്ട് നമ്മളൊരു വലിയൊരു ജമ്പിങ് പിറ്റ് ഇവിടെ നിർമ്മിച്ചിരിക്കുകയാണ്. അത് കല്ലാനോട് സ്കൂളിൻ്റെയും നമ്മുടെ സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ സഹായത്തോടു കൂടിയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അങ്ങനെ എല്ലാ രീതിയിലും ഭാവിയിലേക്ക് ഒരുപാട് ഒളിമ്പ്യന്മാരൊക്കെ ഇവിടുന്ന് സൃഷ്ടിക്കുവാൻ വേണ്ടി എന്നൊരു ഉദ്ദേശവും ഉണ്ട് നമുക്ക്. അതോടൊപ്പം കല്ലാനോടിൽ നടന്നു വരുന്ന ഒരു ഫുട്ബോൾ ക്യാമ്പിനെക്കുറിച്ചും അദ്ദേഹം എടുത്തു പറഞ്ഞു. കേരള ഫുട്ബോൾ അസോസിയേഷനിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള സ്കോർ ലൈൻ ഫുട്ബോൾ അക്കാദമിയും ഒരു അക്കാദമിയുടെ ഒരു സെൻറ്റർ കല്ലാനോട് നടക്കുന്നുണ്ട്. വൈകുന്നേരം 3:30 മുതലാണ് ഫുട്ബോൾ കോച്ചിങ് ക്യാമ്പ് നടക്കുന്നത്. പെൺകുട്ടികളും ആൺകുട്ടികളുടെയും ഫുട്ബോൾ ക്യാമ്പ് നടക്കുന്നുണ്ട് ഇവിടെ. ഏകദേശം 70 കുട്ടികളോളം വൈകുന്നേരങ്ങളിൽ ഫുട്ബോൾ ക്യാമ്പിൽ പങ്കെടുക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷത്തെ ജില്ലാ സ്കൂൾ ചാമ്പ്യന്മാരായിരുന്നു കല്ലാനോട് സെൻറ്റ് മേരീസ് സ്കൂളിലെ പെൺകുട്ടികൾ. അതുപോലെ തന്നെ വിവിധ ടൂർണമെൻറ്റുകളിൽ സ്കൂളിനെ പ്രതിനിധീകരിച്ച് കോഴിക്കോട് ജില്ലയെ പ്രതിനിധീകരിച്ച് സംസ്ഥാന മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. മയൂക ജോണിയെയും ഷിൽജി ഷാജിയെയും പോലുള്ള കായിക താരങ്ങൾ പിറവിയെടുത്ത മണ്ണിൽ ആ പ്രതാപം തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തിൻ്റെ ആരംഭമാണ് ഈ പരിശീലനം എന്നായിരുന്നു സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്റർ സജി ജോസഫ് പറഞ്ഞത്. ഏപ്രിൽ 16 മുതൽ ആരംഭിച്ച കോച്ചിങ് ക്യാമ്പാണിത്. 158ഓളം കുട്ടികൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. കായിക മേഖലയിൽ വളരെ പ്രശസ്തമായ പേരുകേട്ട ഒരു പ്രദേശം കൂടിയാണ് കല്ലാനോട്. മയൂഖ ജോണിയെ പോലെയുള്ള അതുപോലെ തന്നെ ഷിൽജി ഷാജിയെ പോലെയൊക്കെയുള്ള കായിക താരങ്ങൾ പിറവിയെടുത്ത മണ്ണാണ്. ആ പ്രതാപം തിരിച്ചു പിടിക്കാനുള്ള വലിയൊരു ശ്രമമാണ്. ഞങ്ങളോടൊപ്പം നാട്ടുകാർ എല്ലാ സഹായവും ചെയ്യുന്നുണ്ട്. വിവിധ കർഷക സംഘങ്ങൾ, സ്വാശ്രയ സംഘങ്ങൾ, അതുപോലെ തന്നെ ഇവിടെയുള്ള കല്ലാനോട് സർവീസ് സഹകരണ ബാങ്ക്, വിവിധ വ്യക്തികൾ എല്ലാവരും നമുക്ക് ഇതിനു വേണ്ടിയുള്ള സാമ്പത്തിക സഹായവും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇവിടെ കല്ലാനോട് സെൻറ്റ് മേരീസ് സ്പോർട്സ് അക്കാദമി എന്ന പേരിൽ സ്പോർട്സ് അക്കാദമി ആരംഭിച്ച് പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ കൺവീനർ ജോർജ് സാറാണ്, തടത്തിലെ ജോർജ് സാറാണ്. മുൻ റെയിൽവേ താരമാണ്. ഇപ്പോൾ അദ്ദേഹം ഈ ഒരു പ്രവർത്തനത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ ഭാര്യ ഫിലോമിന മാഡവും എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തു തന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എല്ലാ ദിവസവും ഇവിടെ പരിശീലന പരിപാടിയുണ്ട്. അതോടൊപ്പം തന്നെ പെൺകുട്ടികൾക്ക് വളരെ നല്ലൊരു ഭാവി വാഗ്ദാനം ചെയ്യുന്ന ക്രിക്കറ്റ് പരിശീലനം വളരെ മികച്ച രീതിയിൽ ഇവിടെ നടക്കുന്നുണ്ട്. ഏതാണ്ട് 40-ലധികം കുട്ടികൾ, പെൺകുട്ടികൾ ഇതിനു വേണ്ടി പരിശീലനത്തിൽ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് കോഴിക്കോട് ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷൻ നല്ല കോച്ചസിനെ, വനിതാ കോച്ചസിനെ നമുക്ക് വേണ്ടി, അനു മാഡത്തെ പോലെയുള്ള കോച്ചസിനെയൊക്കെ നമുക്ക് വേണ്ടി അനുവദിച്ച് തന്നിട്ടുണ്ട്. ഇപ്പോൾ ഏതാണ്ട് 1 മാസക്കാലമായി ഈ ക്യാമ്പ് നടന്നുകൊണ്ടിരിക്കുന്നു. കല്ലാനോടിൻ്റെ മണ്ണിൽ കളിച്ചു വളർന്ന കായിക ലോകത്ത് നിരവധി റെക്കോർഡ് സൃഷ്ടിച്ച ജോർജ് തോമസ് ക്യാമ്പിൻ്റെ ഭാഗമായ സംഭവത്തെക്കുറിച്ചും വെളിപ്പെടുത്തി. പിന്നെ കല്ലാനോടുണ്ടല്ലോ സ്പോർട്സിൽ ഒരു പ്രത്യേക ഒരു കൾച്ചറുണ്ട്. അതിലാണ് ടോം ജോസഫ്, PM ആൻ്റണി, ബേബി മാത്യു, സണ്ണി തോമസ്, മയൂഖ ജോണി, ഷിൽജി ഷാജി, ഇതൊക്കെ കല്ലാനോട് നിന്ന് കയറിപ്പോയ സ്പോർട്സ് താരങ്ങളാണ്. ഒരിടയ്ക്ക് ഇത് നമ്മൾ കുറച്ച് പുറകോട്ട് പോയിരുന്നു. അപ്പോൾ ഞങ്ങൾ റിട്ടയർ ആയി കഴിഞ്ഞ് ഇവിടെ വന്ന് സെറ്റിലായപ്പം സജി സാറും നോബിൾ സാറും വന്ന് ചോദിച്ചു നിങ്ങൾക്കൊരു ക്യാമ്പൊക്കെ നിങ്ങൾക്ക് ഇവിടെ അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അവരുടെയൊക്കെ കംപ്ലീറ്റ് പിന്നെ അച്ഛൻ്റെ, നമ്മുടെ പള്ളിയിലെ ജിനു അച്ഛൻ ഒരു കാര്യത്തിന് ഞങ്ങളോട് നോ പറഞ്ഞിട്ടില്ല. എന്ത് സാധനവും സഹായവും ചോദിച്ചാൽ അച്ഛൻ യെസ് എല്ലാം റെഡിയായിട്ട് അച്ഛൻ ഞങ്ങൾക്ക് തരുന്നതാണ്. പിന്നെ ഇവിടെയുള്ളൊരു നാട്ടുകാർ എന്തെങ്കിലും ഒരു ആവശ്യം പറഞ്ഞാൽ അവരെല്ലാവരും ഒരുമിച്ച് കൂടി എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. വേറെ ഒരു സ്ഥലത്ത് ഇതുപോലെ ഒരു കൂട്ടായ്മ കണ്ടിട്ടില്ല. ഒരു ഫുഡ് എന്തെങ്കിലും ഒരു മാച്ച് വരികയാണ്, എല്ലാവർക്കും ഫുഡ് വേണം. നമ്മുടെ ഇവിടുത്തെ നാട്ടുകാരെല്ലാവരും കൂടി എവിടെ വേണമെന്ന് ഇവിടുന്ന് ഒക്കെ സംഘടിപ്പിച്ച് അവർക്ക് എല്ലാവർക്കും 1000 പേരെങ്കിൽ 1000, 1500 പേരെങ്കിൽ 1500 പേര് അവർക്കുള്ള ഫുഡൊക്കെ റെഡിയാക്കി കൊടുക്കുന്നത്. അങ്ങനെ നല്ലവരായ നമ്മുടെ നാട്ടുകാരാണ്. ഇപ്പോൾ ഞാൻ റെയിൽവേയിൽ ജോലി ചെയ്തുകൊണ്ട് എനിക്ക് എൻ്റെ കുറേ ജൂനിയേഴ്സ് ഉണ്ട്. ഈ അശ്വിനും ഇവിടെ വന്ന അശ്വിനും മഞ്ജുവും പിന്നെ റിനീഷ് ഇങ്ങനെ വരുന്ന കുറേ പേര് എനിക്കൊരു കൂട്ടുകാരുണ്ട്. അവർ ഇപ്പോഴത്തെ പുതിയ ടെക്നിക്കാണ് അവരുടെ കയ്യിലുള്ളത്. അവർ ഈ നമ്മുടെ ഈ കുഞ്ഞു മക്കൾക്ക് ഇതെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ ഞാനിപ്പം വിളിച്ചിട്ട് വരാനുള്ളത് നാഷണൽ റെക്കോർഡ് വരിയ ഹാമർ ത്രോയുടെ സരിതാ സിംഗ് ഇവിടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ അവരെത്തും. പുള്ളിയുടെ ഹസ്ബൻഡ് വാക്കറാണ്. അപ്പോൾ നമുക്ക് വാക്കിങ്ങിന് നല്ലൊരു ടീമിനെ ഉണ്ടാക്കാമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്.
പിന്നെ എൻ്റെ മിസ്സിസ് പുള്ളിക്കാരി ഹെപ്റ്റാത്തലിൻ്റെ വെസ്റ്റേൺ റെയിൽവേയുടെ റെക്കോർഡ് പുള്ളിയുടെ പേരിൽ ഇപ്പോഴും കിടക്കുകയാണ്, ചാമ്പ്യനായിരുന്നു. ആ പുള്ളിയുടെ എല്ലാ ഹെൽപ്പും എനിക്ക് കിട്ടുന്നതുകൊണ്ടാണ് ഞാൻ ഒരു വിധം സക്സസ് ആയി പോകുന്നത്. ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ പുള്ളിക്കാരി എല്ലാം സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് എനിക്കിത് ഇതിൽ നിൽക്കാൻ പറ്റുന്നത്. എൻ്റെ മിസ്സസിനോട് ഞാൻ എൻ്റെ പ്രത്യേകം നന്ദി പറയുകയാണ് ഇതിനകത്ത് തന്നെ. ഓരോ പേരൻസ് ഈ കുഞ്ഞു മക്കളൊക്കെ കാണുന്നുണ്ടല്ലോ, ഇവരുടെയൊക്കെ പേരൻസിനോട് അതാണ് ഇതിന് നന്ദി പറയുന്നത്. ഇവരുടെ പേരൻസ് എല്ലാവരും ഈ പിള്ളേരെ ഗ്രൗണ്ടിലേക്ക് വിടുന്നുണ്ട്. ഞങ്ങളെയൊക്കെ വിശ്വസിച്ചാണ് വിടുന്നത്. ഇതൊക്കെ ഈ നിൽക്കുന്നതൊക്കെ അവരുടെ ജീവനാണെന്ന് എനിക്കറിയാം. അപ്പോൾ ഞങ്ങളെ വിശ്വസിച്ചാണ് ഇവരെ ഏൽപ്പിച്ച് വിടുന്നത്. ഞങ്ങൾ പരമാവധി ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ അവരുടെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നെ ഇപ്പം പുതിയൊരു ട്രെൻഡാണ് ക്രിക്കറ്റിൻ്റേത്. അപ്പോൾ സജി സാറിൻ്റെ ഇൻട്രസ്റ്റിൽ ഒരു ക്രിക്കറ്റിൻ്റെ ക്യാമ്പ് ഇവിടെ സംഘടിപ്പിച്ച് വെച്ചേക്കാണ്. പെൺപിള്ളേർക്ക് നല്ലൊരു ചാൻസാണിത്. അപ്പം നമ്മളൊരു ഈ വർഷം അടുത്ത വർഷത്തിനുള്ളിൽ നമുക്ക് ക്രിക്കറ്റിന് നല്ലൊരു ടീം കല്ലാനോട് ഇത് പോകുന്നു എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇതിനകത്ത് കുറച്ച് പിള്ളേർ സ്റ്റേറ്റ് ടീമിലൊക്കെ കയറും, നമുക്കൊരു 100% വിശ്വാസമുണ്ട്. പിന്നെ ഫുട്ബോളിൽ ഇവിടെ ഷിൻഡോ എന്ന് പറയുന്ന ഒരു കോച്ചസ് ഉണ്ട്. അവർക്ക് ആത്മാർത്ഥമായിട്ട് എല്ലാ കാര്യങ്ങൾക്കും കൂടുന്നുണ്ട്. അങ്ങനെ കല്ലാനോട് പ്രത്യേകമായിട്ടൊരു സ്പോർട്സിൻ്റെ കൾച്ചറായിട്ടുള്ളൊരു സ്ഥലമാണ്. വേറെ പണ്ടൊക്കെ ഞങ്ങൾ കോടഞ്ചേരി പുലിരാമ്പാറൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതല്ല, നമ്മൾ കല്ലാനോട് പിടിച്ച് ഞങ്ങൾ കയറി വരുന്നുണ്ട്. ഞങ്ങളുടെ റിസൾട്ട് കിട്ടണമെങ്കിൽ കുറച്ചുകൂടി സമയം പിടിക്കും. ഇവിടുത്തെ കോച്ചിങ് ക്യാമ്പ് നമ്മൾ ത്രൂ ഔട്ട് കണ്ടിന്യൂസ് ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത്ലറ്റിക്സും ഫുട്ബോളും. ഹെപ്റ്റാത്തലോൺ എന്ന കായിക ഇനത്തിൽ നിരവധി റെക്കോർഡുകൾ സൃഷ്ടിച്ച ജോർജ് തോമസിൻ്റെ ഭാര്യയായ ഫിലോമിനയുടെയും സാന്നിധ്യം ക്യാമ്പിലുടനീളം ഉണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ പിള്ളേർ കൊച്ചുമക്കൾ പ്രാക്ടീസ് ചെയ്യാൻ നല്ലപോലെ വരുന്ന പിള്ളേരാണ്. ഒന്നിപ്പടിക്കുന്ന പിള്ളേർ പോലും നമ്മുടെ ഇവിടെ പ്രാക്ടീസിന് വരുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഈ കല്ലാനോട്ടിൽ നാട്ടുകാർ അത്രയും നല്ല ആൾക്കാരാണ്. എല്ലാം സഹകരണ കാര്യങ്ങളും എല്ലാ കാര്യത്തിനും നമുക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇവിടുത്തെ ഹെഡ് മാസ്റ്റർ സജി സാറ്, നമ്മുടെ PT മാസ്റ്റർ നോബൽ സാറ്, എല്ലാവരുടെ സഹകരണങ്ങളുമുണ്ട്. പിന്നെ ഞങ്ങളുടെ ജൂനിയേഴ്സായ 2 പേര് ഇവിടെ വന്നിട്ടുണ്ട്, അശ്വിനും മഞ്ജു റെയിൽവേ നാഷണൽ ഹഡ്ൽസ് താരമാണ്. അശ്വിൻ ഡക്കാത്തലും ചാമ്പ്യനാണ്. എൻ്റെ പേര് അശ്വിൻ എന്നാണ്. ഞാൻ NIS കോച്ചായിട്ട് ബാംഗ്ലൂരിൽ നിന്ന് കംപ്ലീറ്റ് ചെയ്ത 2017. കാലിക്കറ്റ് സായിൽ ഞാൻ 2009 തുടങ്ങി 2006 തൊട്ട് 2009 വരെ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയിലാണ് ഞാൻ പ്രാക്ടീസ് ചെയ്തിരുന്നത്. ജൂനിയർ നാഷണൽ, സീനിയർ നാഷണൽ, പിന്നെ ഓൾ ഇന്ത്യ ഇൻ്റർയൂണിവേഴ്സിറ്റി മെഡലിസ്റ്റാണ്. ജോർജ് സാറിനോടും സജി സാറിനോടും നമ്മുടെ ഫാദർ ജിനു സാറിനോടും നന്ദി പറയണു. ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം നമുക്ക് ഇവിടെ കൊണ്ടുതന്നതിന്. പിന്നെ കഴിഞ്ഞ കൊല്ലം ഞങ്ങളിവിടെ വന്നിരുന്നു. ഏകദേശം ഒരു 60-70ഓളം പിള്ളേരുണ്ടായുള്ളൂ. ഇപ്രാവശ്യം നമ്മളിവിടെ വന്നപ്പോൾ സമ്മർ ക്യാമ്പിൻ്റെ ഏപ്രിൽ 16 സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഓൾമോസ്റ്റ് 150 പിള്ളേരോളം നമുക്ക് ഇവിടെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ കൊല്ലത്തേക്കാളും ഇരട്ടി പിള്ളേരാണ് നമുക്ക് ഇവിടെ ഇപ്പോൾ കാണാൻ പറ്റിയത്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ രീതിയിലുള്ള ടെക്നിക്സ് നമുക്ക് ഇവരെ പഠിപ്പിച്ചിട്ട് ഒരു ദേശീയ താരം ആക്കാനുള്ള നല്ല ചാൻസസ് ഉണ്ട് ഇവിടെ. എൻ്റെ പേര് മഞ്ജു അശ്വിൻ. ഞാൻ സദേൺ റെയിൽവേയിൽ ട്രിവാൻഡ്രം ഡിവിഷനിൽ ഓഫീസ് സൂപ്രണ്ടായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാൻ ഇന്ത്യൻ ക്യാമ്പിലായിരുന്നു ബാംഗ്ലൂർ. ഇന്ത്യൻ റെയിൽവേസിൻ്റെ നാഷണൽ താരവും നാഷണൽ ഗെയിംസ് മെഡലിസ്റ്റുമാണ്. ഇവിടെ കല്ലാനോട് സെൻറ്റ് മേരീസ് സ്കൂളിൻ്റെ ആഭിമുഖ്യത്തിൽ ഇവിടെ നടക്കുന്ന ക്യാമ്പിൽ ടെക്നിക്കൽ സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് ജോർജ് അങ്കിളും ഫിലാൻറ്റിയും നമ്മളിങ്ങോട്ട് വിളിച്ചത്. നമ്മളിവിടെ 2ാമത്തെ പ്രാവശ്യമാണ് ഇവിടെ എത്തുന്നത്. നമ്മുടെ ജിനോ ഫാദർ, പിന്നെ സജി സാറ്, ജോർജ് അങ്കിള്, ഫിലോമിന മാഡം, മനുചേട്ടൻ, പിന്നെ ക്രിക്കറ്റിൻ്റെ സ്പെഷ്യലിസ്റ്റുകൾ, ഇവരുടെ വലിയൊരു കൂട്ടായ്മ, നാട്ടുകാരുടെ ഒരു നല്ലൊരു സപ്പോർട്ട് ആണ് കാണാൻ കഴിഞ്ഞത്. ഇവിടെ ക്യാമ്പിനോട് അനുബന്ധിച്ച് ലഘുഭക്ഷണം എല്ലാം നാട്ടുകാരും സ്കൂൾ മാനേജ്മെൻറ്റും എല്ലാം ചേർന്ന് ചെയ്യുന്നുണ്ട്. എൻ്റെ പേര് അനു അശോക്. ഞാൻ BCCയുടെ ലെവൽ 2 കോച്ചാണ്. അപ്പം ഇത് അജന്യ, ഇപ്പോൾ Under 23 സ്റ്റേറ്റ് പ്ലെയറാണ്. അപ്പം ഞങ്ങൾ കോഴിക്കോട് ഡിസ്ട്രിക്ട് ക്രിക്കറ്റ് അസോസിയേഷനും സെൻറ്റ് മേരീസ് സ്കൂളും കൂടി ചേർന്നിട്ടാണ് ഇങ്ങനെ ഒരു സമ്മർ കോച്ചിങ് ക്യാമ്പ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്കറിയാം, ഞങ്ങൾ കോഴിക്കോട് ടൗൺ ഏരിയയിൽ കേന്ദ്രീകരിച്ചാണ് കൂടുതലായിട്ട് ക്രിക്കറ്റ് മത്സരങ്ങളും അല്ലെങ്കിൽ ക്രിക്കറ്റ് ക്യാമ്പ്സും കണ്ടക്ട് ചെയ്യുന്നത്. അപ്പം നമ്മൾ കുറച്ചും കൂടി ഒരു മലയോര പ്രദേശങ്ങളിലും ഇങ്ങനെ ക്രിക്കറ്റ് കൾച്ചർ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു ശ്രമം നടത്തിയിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ എല്ലാ സപ്പോർട്ടും തന്നെ ഈ സെൻറ്റ് മേരീസ് സ്കൂളിലെ എല്ലാ സ്റ്റാഫും, ഇപ്പം ഫിസിക്കൽ എഡ്യൂക്കേഷൻ സാറാണെങ്കിലും HM ആണെങ്കിലും ഇതിൻ്റെ അവിടുത്തെ ഓഫീസ് ബോയ് ആണെങ്കിലും എല്ലാ സൗകര്യങ്ങളും നമുക്ക് ചെയ്തു തരുന്നുണ്ട്.
പിന്നെ നിങ്ങൾക്കറിയാം, ഇപ്പോൾ മിന്നുമണി ആണെങ്കിലും സജിനെ ആണെങ്കിലും ഒരു നാച്ചുറൽ ടാലൻറ്റഡ് ആയിട്ടുള്ള പ്ലേയേഴ്സ്. അവരൊരു മലയോര പ്രദേശമായിട്ടുള്ള മാനന്തവാടി ഏരിയയിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള അഡ്വാൻറ്റേജും ഒക്കെ കുട്ടികൾക്കുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ടാണ് ഞങ്ങളുടെ ഇങ്ങനെ ഒരു മൂവ്മെൻറ്റ് നടത്തിയിരിക്കുന്നത്. കുറച്ചും കൂടി ഉള്ളോട്ട് സ്ഥലങ്ങളിൽ പോയിട്ട് കുട്ടികളുടെ നാച്ചുറൽ ടാലൻറ്റ് കണ്ടെത്താനും അവരെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുവരാനുമാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. അപ്പം എല്ലാ രീതിയിലും കല്ലാനോട് സ്കൂൾ അതിനുള്ള സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഭാവിയിൽ നമുക്ക് ഇവിടുന്ന് ഒരു ഇന്ത്യൻ ടീമിലേക്കുള്ള പ്ലേയേഴ്സിനെ കണ്ടെത്താൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച്. ക്യാമ്പിൻ്റെ തുടക്കം മുതൽ തന്നെ ഇതൊരു വലിയ വിജയമായി തീരുവാൻ എല്ലാ സഹായവും ചെയ്തു നൽകിയ സെൻറ്റ് മേരീസ് ഇടവക വികാരി ഫാദർ ജിനോയുടെ വാക്കുകളിലേക്ക്. കല്ലാനോട് പ്രദേശത്തെ സംബന്ധിച്ച് എല്ലാവരുടെയും അഭിമാനത്തിൻ്റെ ഒരു പ്രതീകമാണ് ഈ കല്ലാനോട് ജൂബിലി സ്റ്റേഡിയം. 1940കളിലാണ് ഈ പ്രദേശത്തേക്ക് കുടിയേറ്റ ജനത കടന്നു വന്നത്. അധ്വാനം മാത്രമാണ് അവർക്ക് കൈമുതലായി ഉണ്ടായിരുന്നത്. അവരുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലം കൂടിയാണ് മനോഹരമായ ഈ സ്റ്റേഡിയം. കായിക താരങ്ങളോടും സ്പോർട്സിനോടുമുള്ള ആളുകളുടെ താല്പര്യം പ്രകടമാക്കുന്നതാണ് ഈ പ്രദേശത്തിലെ നിരവധി കായിക താരങ്ങളെ വാർത്തെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത്. നിരവധി ദേശീയ അന്തർദേശീയ താരങ്ങളെ ഈ ഗ്രൗണ്ടിൽ നിന്ന് വാർത്തെടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പലരുടെയും സഹായത്തോടെയാണ്, ഈ പ്രദേശത്തെ ആളുകൾ, നല്ലവരായ ആളുകളുടെ സഹായത്തോടെയാണ് കല്ലാനോട് സെൻറ്റ് മേരീസ് സ്പോർട്സ് അക്കാഡമി സ്ഥാപിക്കാൻ നമുക്ക് കഴിയും. 150ഓളം കുട്ടികളാണ് അവധിക്കാലത്ത് പരിശീലനം നടത്തുന്നത്. ഫുട്ബോളും ക്രിക്കറ്റും അത്ലറ്റിക്സിലും പരിശീലനം നൽകും. ഇവർക്ക് പരിശീലനം നൽകാൻ നല്ല കോച്ചുമാരെ ലഭിച്ചു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. റെയിൽവേയിൽ നിന്ന് റിട്ടയറായ ജോർജ് സാറും ഫിലോമിന മാഡവുമാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. അതുപോലെ തന്നെ സ്കൂളിലെ കായികാധ്യാപകനായ നോബിൾ സാറും മറ്റധ്യാപകരും എല്ലാം ഇതിനോട് സഹകരിക്കുന്നു. കുട്ടികളുടെ കായികമായ വളർച്ചയ്ക്ക് ഒപ്പം തന്നെ അവരെ നല്ല അച്ചടക്കത്തിൽ വളർത്താൻ ഈ കായിക പരിശീലനം സാധിക്കുന്നുണ്ട്. എല്ലാവർക്കും ഒരുപക്ഷെ നല്ല താരങ്ങളായി രാജ്യത്തിനു വേണ്ടി കളിക്കാനൊന്നും കഴിഞ്ഞെന്ന് വരില്ല. പക്ഷേ അവർക്ക് നല്ലൊരു പരിശീലനം നൽകാൻ, അവരുടെ സ്വഭാവ രൂപീകരണത്തിന് ആവശ്യമായ ജീവിത മൂല്യങ്ങൾ വളർത്താൻ ഈ പരിശീലനം സഹായകരമാണ്. പ്രദേശത്തെ ആളുകൾ എല്ലാ കാര്യങ്ങളിലും കുട്ടികൾക്ക് ആവശ്യമായ ഭക്ഷണം കൊടുക്കുന്നതിനും അവർക്ക് സ്പോർട്സ് ഡ്രസ്സുകളും ആവശ്യമായ സാമഗ്രികളൊക്കെ വാങ്ങുന്നതിനുള്ള സഹായ സഹകരണങ്ങൾ നൽകുന്നുണ്ട്. ഇതിന് നല്ലവരായി നാട്ടുകാരെ, അവരുടെ സഹകരണത്തെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. അതുപോലെ തന്നെ നിരവധിയായ കായിക താരങ്ങളെ നമുക്ക് രാജ്യത്തിനു വേണ്ടി വാർത്തെടുക്കാൻ ഈ പരിശീലന ക്യാമ്പ് കൊണ്ട് സാധിക്കട്ടെ എന്ന് പ്രത്യേകം ആശംസിക്കുകയും ചെയ്യുന്നു. നിരവധി കായിക താരങ്ങൾ പിറവിയെടുത്ത ഈ മണ്ണിൽ ഇനിയും നാടിന് അഭിമാനമായി ഒരുപാട് പേർ കടന്നു വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യാം.